ഞാൻ തസ്നി മാസീസ്. ലോകമെമ്പാടുമുള്ള ജീവൻ TV പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ തന്നെ വിഷുക്കണി, അതുപോലെ വിഷു കൈനീട്ടം, പിന്നെ വിഷുക്കോടി, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സദ്യയും കൂടിയാണ് അല്ലേ. സദ്യയിൽ തന്നെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പായസം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രഥമനാണ്. ഏത്തപ്പഴം കടലപ്പരിപ്പ് പ്രഥമൻ. എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ. പഴപ്രഥമൻ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴം പുഴുങ്ങിയത് 1 കിലോ, തേങ്ങ 4 എണ്ണം, ശർക്കര 1 കിലോ, ഏലക്കാപ്പൊടി, കാഷ്യൂ, കിസ്മിസ്, തേങ്ങാക്കൊത്ത്, കടലപ്പരിപ്പ് വേവിച്ചത് 1 കപ്പ്. അപ്പോൾ നമുക്ക് ഞാനത് നേരത്തെ പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. 1 കിലോ നേന്ത്രപ്പഴം ഉണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ശർക്കര ഒരുക്കാം. ഇത് 1 കിലോ ശർക്കര ഉണ്ട് കേട്ടോ. മധുരം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂട്ടാം. ഇതൊരു പാകത്തിനുള്ളൊരു മധുരമാണ്, ചിലർക്ക് കുറച്ചധികം വേണ്ടി വരും. അപ്പം അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇത് 1 കിലോ ശർക്കര ഉണ്ട്. ഇതൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് മാറ്റി നമുക്കിനി ഏത്തപ്പഴം പ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ്. ശരിക്കൊരു ഓട്ടുരുളിയിലൊക്കെയാണ് ചെയ്യേണ്ടത്. നെയ്യിലേക്ക് കാഷ്യൂ, കിസ്മിസ്, തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് നല്ല ഫ്രൈ ചെയ്ത് കുരുക. നമ്മൾ ആദ്യം തേങ്ങാക്കൊത്ത്, അതാണല്ലോ കൂടുതൽ സമയം എടുക്കുക. അപ്പോൾ നമുക്കത് ചേർത്തിട്ട് ഇപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂ, ഇനി നമുക്ക് കിസ്മിസ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വറവെല്ലാം റെഡി ആയിട്ടുണ്ട്. കാഷ്യൂ, കിസ്മിസ്, തേങ്ങാക്കൊത്തെല്ലാം ചേർത്തത്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. നമ്മൾ നേരത്തെ പുഴുങ്ങി അരച്ചെടുത്തിട്ടുള്ള ഏത്തപ്പഴം 1 കിലോ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള നെയ്യിലേക്ക് ചേർക്കാം. കട്ടയില്ലാതെ അരച്ചെടുത്തതാണ്. നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ ഇത് ഏത്തപ്പഴം നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചതാണ് കേട്ടോ. കടലപ്പരിപ്പ് കുറച്ച് നമുക്ക് ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേവിച്ചാൽ മതിയേ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. ഇത് ഞാൻ 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം. ഇനി ഈ ശർക്കരയിലും നെയ്യിലെല്ലാം കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വരണ്ട് കഴിയും. എന്നിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. കണ്ടോ, ഇതെല്ലാ ശർക്കരയും എല്ലാ പഴത്തിലേക്കും അതേപോലെ നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചതിലേക്കെല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 4 കപ്പ് 2ാം പാലാണ് ഇത്.
ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. അപ്പോഴേക്ക് നമുക്ക് എന്നിട്ട് വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാൻ. അതൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് ചെറിയ ജീരകം, കുറച്ച് ഏലക്ക, പിന്നെ ഒരു ചുക്കിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതും ചേർത്താൽ നല്ലതായിരിക്കും. ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ച് എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിനി എല്ലാവർക്കും അറിയാലോ, തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കരുത് അല്ലേ. നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി അങ്ങനെ ജീരകം ചേർത്ത് ഇളക്കി നമ്മുടെ പഴപ്രഥമൻ ചെറുതായിട്ട് തിളങ്ങും. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ട് തിളച്ചു നമുക്കത് ഓഫ് ചെയ്തു. ഇതിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ, കിസ്മിസ്, തേങ്ങാക്കൊക്കെല്ലാം ചേർക്ക് ഇങ്ങോട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് കുറച്ച് നെയ്യ്. നെയ്യ് ഓൾറെഡി ഇതിലുണ്ടെങ്കിലും അവസാനമായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ചേർക്കാം. വിഷു സ്പെഷ്യൽ കടലപ്പരിപ്പ് പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യലായിട്ടുള്ള കടലപ്പരിപ്പ് പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, എന്നാൽ ഒരു ട്രഡീഷണൽ ടേസ്റ്റുള്ള ഒരു പ്രഥമൻ തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നന്നായിട്ടൊന്ന് ഉണ്ടാക്കട്ടെ.